സന്ദീപ് വാര്യർ കൂടി ചേരുന്നുണ്ട്. ബി.ജെ.പി. നേതാവ് ശ്രീ സന്ദീപ് വാര്യർ 13 വർഷത്തിന് ശേഷം ഈ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് പിടിയിലായിരിക്കുന്നു, NIA പിടിയിലായിരിക്കുന്നു. അതും നമ്മുടെ കേരളത്തിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു സാമൂഹിക പ്രത്യാഘാതമുണ്ട്. ജോസഫ് മാഷോട് കേരള സമൂഹവും അന്ന് ഭരിച്ചിരുന്ന സർക്കാരും ചെയ്തിട്ടുള്ള മറക്കാനാവാത്ത, പൊറുക്കാനാവാത്ത ഒട്ടേറെ അനീതികളുണ്ട്. ആ അനീതികളുടെയൊക്കെ ഒരു പര്യവസാനം എന്ന നിലയ്ക്ക് ഇന്ന് അതിന്റെ അവസാനത്തെ പ്രതിയെയും പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പോലും ജോസഫ് മാഷിനെ കൈവെട്ടിയിട്ടുള്ള ആസുരിക ശക്തികൾ അവർ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ വിത്തുകൾ ഇന്നും കേരളത്തിന്റെ സമൂഹത്തിൽ പല ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒന്നാം പ്രതിക്ക് ഇത്രയും കാലം ഉള്ളിൽ താമസിക്കാനും നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ രണ്ടുപേരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇവരെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ വരുന്ന സമയത്ത് ജോസഫ് മാഷെ കൈവെട്ടിയ കേസിലെ പ്രതി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ വലിയ തോതിലുള്ള പിന്തുണ ഈ കൈവെട്ടിയിട്ടുള്ള മത ഭീകരവാദികൾക്ക് കേരളത്തിൽ ലഭിച്ചു. അത് രാഷ്ട്രീയമായിട്ടും ലഭിച്ചു, രാഷ്ട്രീയതരമായിട്ടും ലഭിച്ചു, മതസംഘടനകളുടെ ഭാഗത്ത് ലഭിച്ചു എന്നുള്ളതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അത്തരം ചിന്തശക്തികളുടെ സ്വാധീനം ഇപ്പോഴും കേരള സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുന്ന സമീപനത്തിൽ നിന്ന് കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒക്കെ പിന്മാറിയിട്ടില്ലെങ്കിൽ കേരളം മറ്റൊരു കാശ്മീർ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം കാശ്മീരിന്റെ സ്ഥിതി വളരെ മെച്ചപ്പെട്ടിരിക്കുകയാണ്. കാശ്മീരിലെ തീവ്രവാദത്തെ അടിച്ചമർത്താൻ സാധിച്ചു. പക്ഷെ കേരളം ഒരു തീവ്രവാദത്തിന്റെ ഹബ്ബായി, ലോകത്തിലെ തന്നെ തീവ്രവാദത്തിന്റെ ഹബ്ബായി കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വീണ്ടും കേരളത്തെ കോൺഗ്രസിന് എത്തിക്കും. എന്തായാലും ആശ്വാസകരമാണ്. ഒരു പ്രതിയെ, അവസാനത്തെ പ്രതിയെ പിടിച്ചിരിക്കുന്നു. ജോസഫ് മാഷ്ക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്ക് പകരം വെക്കാനായില്ലെങ്കിൽ പോലും നീതി ലഭ്യമാക്കുക എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യമുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചു.